ഈ രോഗികളെ നോക്കാനുള്ള സംവിധാനം ആദ്യം ഉണ്ടാക്കുക. അവർക്ക് കറക്റ്റായിട്ട് ഭക്ഷണം കൊടുക്കാൻ വേണ്ടത് ചെയ്യുക. നമ്മുടെ കുടുംബത്തില് ഈ വയ്യാത്ത ആൾക്കാർ ഒത്തിരി പേരുണ്ട്. അവർക്ക് കിടക്കാനുള്ള ഒരു സൗകര്യം ഈ റൂം കൊടുത്താൽ പറ്റത്തില്ല, ഈ പല ബെഞ്ചുകൾ കൊടുത്താൽ പറ്റത്തില്ല. അവർക്കൊരു കട്ടില്. ഇപ്പൊ ഓരോരുത്തർ റൂം എടുത്ത് താമസിക്കുക. എന്താ സാമ്പത്തികം ഉണ്ടായിട്ടല്ല, അവർ വയ്യാത്തവർ. അവർക്ക് ആഹാരം കറക്റ്റായിട്ട് പോകാനോ ഒന്നിനും ഒരു ഇത് കഴിയില്ല. ഞങ്ങൾക്ക് ഭയങ്കര വിഷമോ. എനിക്ക് ഇത്രയൊക്കെ പറയാനുണ്ട്. എന്നുവെച്ചാൽ ഇത്രയും പേരുണ്ട്, എല്ലാവർക്കും എല്ലാം നഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് നിയമമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒരു 11,000 ആർക്കും ഒന്നുമല്ല. ഉണ്ടോ? എല്ലാം പറയുന്നു, വീഡിയോ കാണുമ്പോഴെല്ലാം പറയും 11,000 അനുവദിച്ചിട്ടുണ്ട്, 11,000. ഈ 11,000 ഒരു മാസം ഒരു ജോലിക്ക് പോയാൽ കിട്ടുന്ന കാശത്. പക്ഷെ ഞങ്ങളുടെ ബുദ്ധിമുട്ട് എല്ലാവരും മനസ്സിലാക്കണം. വേറെ ഒന്നും പറയാനില്ല എനിക്ക്. ഈ രോഗികളെ നോക്കാനുള്ള സംവിധാനം ആദ്യം ഉണ്ടാക്കുക. അവർക്ക് കറക്റ്റായിട്ട് ഭക്ഷണം കൊടുക്കാൻ വേണ്ടത് ചെയ്യുക. ഓരോരുത്തരും പലക പിടിച്ചും തറയിൽ ഇരിക്കാൻ വയ്യാതെയും കിടക്കാൻ പറ്റാതെ എത്ര പേരായിരിക്കുന്നത്. അല്ലാതെ നിങ്ങളെല്ലാം തിന്നാൻ തന്നാൽ മാത്രം കാര്യങ്ങൾ നടക്കത്തില്ല. ഇതിനെല്ലാം ഓരോ കാര്യങ്ങളും ഓരോ രോഗികൾക്കും ചെയ്യണം. ഒരു ബെഞ്ച് പിടിച്ച് കിടന്നു കഴിഞ്ഞാൽ എന്തുമാത്രം, ഒരു ബെഞ്ച് താഴോട്ടാണ്, ഒരു ബെഞ്ചിൽ അതാണ്ട് ഒരാൾ കിടക്കുന്നത് കണ്ടോ? എന്തെല്ലാം ബുദ്ധിമുട്ടാണെന്നറിയാമോ? ആ ബെഞ്ചിൽ കിടക്കാൻ പോലും അവർക്ക് പറ്റുന്നില്ല. അപ്പൊ അതിനുള്ള ഒരു സമയം ഞങ്ങൾക്ക് വേറെ ഒന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. ഞങ്ങളുടെ വീട്ടിലെല്ലാം നഷ്ടപ്പെട്ടുണ്ട്. ഞങ്ങൾക്ക് അതിനുള്ള പരിഹാരം എന്തായാലും കണ്ടെത്തിയേ പറ്റുള്ളൂ. അത് ഏത് മുഖ്യമന്ത്രി ആണെങ്കിലും എനിക്കത് പ്രശ്നമല്ല. എനിക്ക് പറയാനുള്ള ഇതേ ഉള്ളൂ. അല്ല 11,000 രൂപ നമുക്ക് ഇങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ ആ 11,000 രൂപ ഒരു രോഗിയെ നോക്കിയാൽ ഞങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ഞങ്ങളുടെ വീട് കഴിയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിനുള്ള നടപടി അവൻ എന്തായാലും എടുത്തേ പറ്റൂ. ഇത് പാർട്ടി എന്നുള്ള രീതിക്കല്ല ഞാൻ പറയുന്നത്. ആര് കയറി ഇരുന്നാലും ചെയ്യേണ്ടതൊക്കെ രീതികൾ കറക്റ്റായിട്ട് ചെയ്തിരിക്കണം. ഇന്നലെ എനിക്ക് കിട്ടിയത് പഴയ തുണിയാ. ഞങ്ങൾക്ക് സങ്കടമുണ്ട്. ഞാനാ പറഞ്ഞത് ഞങ്ങൾക്ക് ഡ്രസ്സുകൾ തന്നത് ഇത്ര പഴയതാണ്, ഞങ്ങൾക്ക് സങ്കടം പറ്റി. ഒരാളിട്ട് ഒരുപാട് കളർ പോയ തുണിയാണ് ഞങ്ങൾക്ക്. അതാ എനിക്ക് കണ്ണീര് പറഞ്ഞത്. എനിക്ക് സഹിക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം അതാണ്. ഞാൻ എടുത്തിങ്ങനെ നോക്കിയിട്ട് ഞാൻ എടുത്തില്ല, ഉള്ള എല്ലാവർക്കും കൊടുത്തു. പക്ഷെ അതൊക്കെ അവർ ഇടുമ്പോ എന്തുമാത്രം വിഷമിക്കും. ആ ഒരു കാര്യം പറയാനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. ഇന്നിപ്പോ താണ്ട് വന്നു. ഇന്നലെ വീണ ജോർജ് പറഞ്ഞു രാവിലെ ഞാൻ തുണി എത്തിക്കാന്ന് പറഞ്ഞു. ആ മന്ത്രി മാഡം അയച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഇപ്പൊ സാറ് വന്നായിരുന്നു, എല്ലാവർക്കും കൊടുത്തായിരുന്നു. പക്ഷെ എല്ലാവരും കാണേണ്ടത്, എടുക്കേണ്ടത്, നമ്മൾ ഒരാൾക്ക് തുണി കൊടുക്കുകയാണെങ്കിൽ ചിന്തിക്കണം. ഓരോ വീട്ടുകാരും പഴയ തുണികളല്ല, കോടികളാണ് ഓരോരുത്തരുടെ കയ്യിലിരിക്കുന്നത്, ഇല്ലേ? പക്ഷെ പാവപ്പെട്ടവർക്ക് കൊടുക്കാനില്ല. അവർക്ക് ആർക്കും ഒരു വീട്ടു ജോലിക്ക് പോയാൽ പോലും അവർക്ക് തനി കപ്പ്, തനി ഗ്ലാസ്, അതെല്ലാം മാറണം. എനിക്കതേ പറയാനുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമല്ല. ടീമിനോട് ഞങ്ങൾ പറഞ്ഞു, ഇതുവരെ ഞാൻ കൺവിഷത്തിന് ജോലി ചെയ്തിട്ട് 3 ദിവസത്തെ പൈസ ഇന്ന് വരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് തീട്ടോ മൂത്രം എടുത്തതാ. ഹരിതകർമ്മസേനയായിട്ട് ജോലി ചെയ്തവളാ ഞാൻ. അതിനുശേഷം ഞാൻ പോയിട്ടില്ല. എന്തുകൊണ്ടാന്ന് പറയാം, ഞങ്ങൾ പോയി പട്ടിയെ പോലെ ജോലി ചെയ്തിട്ട് വന്ന് ഞങ്ങൾക്ക് എന്താ നേട്ടമുള്ളത്? അതും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. മീഡിയ പറയണേ, ഞാൻ ചെയ്ത കഷ്ടപ്പെട്ടതിന്റെ പൈസ എനിക്ക് കിട്ടണം. അവർ ചോദിച്ചതാണ്. ടീമിനെ വിളിച്ചിട്ടുണ്ടെന്ന്. ഞാൻ ടീം വന്നപ്പോഴൊന്നും ഞാൻ മീറ്റിങ്ങിന് ഇല്ലായിരുന്നു. അപ്പോഴും ഞാൻ വയ്യാതിരിക്കുകയായിരുന്നു, ഞാൻ പോയില്ല. പക്ഷെ ആ ഒരു കാര്യം കൂടെ എൻ്റെ അടുത്ത് അവർ ചോദിച്ചായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് പൈസ വരാത്ത. പണ്ട് ഇപ്പൊ ചോദിക്കുമ്പോൾ പണ്ട് വന്നില്ല. അതുപോലെ ഹരിതകർമ്മസേനക്കാർ 3 വർഷം ജോലി ചെയ്താലും 4 വർഷം ജോലി ചെയ്താലും അവർ പിരിഞ്ഞു പോകുമ്പോൾ അവർക്ക് പൈസ കൊടുക്കണം. ആ പൈസ അവർ കൊടുക്കുന്നില്ല. അവർ പറയണെന്താ, 6 മാസം ചെയ്ത് 9 മാസം, ആ 9 മാസം ഓരോ വീടുകൾ തെണ്ടിയെടുക്കണം. ഓരോ പരിപാടിയും പൈസ, ഞങ്ങളുടെ പൈസ പിടിക്കുന്നുണ്ട് 1000 രൂപ വെച്ച്. അത് എന്തുകൊണ്ട് നിങ്ങൾ തരുന്നില്ല? ഇതുവരെ തന്നിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ എല്ലാം നടപടി എടുത്തിട്ട് ഹരിതകർമ്മസേനക്കാരെ വെച്ചാൽ മതി. ഇനി എനിക്ക് പറയാനുള്ളത്, ഞാനൊരു ഹരിതകർമ്മസേനയായിട്ട് തന്നെ കഷ്ടപ്പെട്ട് വെയിലത്ത് കടന്നും മഴയിൽ നടന്നും ഞങ്ങൾ ജോലി ചെയ്തതാ. ഒരു എലിപ്പനി വന്നാൽ ഗുളിക കഴിക്കാൻ പറ്റത്തില്ല, എന്നുവെച്ചാൽ അലർജി. അപ്പൊ ഞങ്ങളുടെ കാര്യം ആലോചിച്ച് നോക്കൂ. അപ്പൊ ഞങ്ങളുടെ കുടുംബത്തിന് എന്താ ഉള്ളത്? ജോലി കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ പഞ്ചായത്തിൽ നിന്ന് വീട്ടുകളിൽ പോകുമ്പോൾ അവർ പറയാം പഞ്ചായത്ത് ജോലിക്കാരിയല്ലേ, അവിടെയും ശമ്പളം തരുന്നുണ്ടെന്ന്. വീട്ടുകാർ തരുന്ന പൈസ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. അതിൽ ഒരു വീതം പഞ്ചായത്തിൽ പിടിക്കും. അത് ഞങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ തരാമെന്ന് പറയുന്നത്. പക്ഷെ ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അത് ഞാൻ പറയാനാണ് ഞാൻ വിളിച്ചത്. സന്തോഷം, നന്ദി.